നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നു മുതൽ നാരായണീയ പാരായണത്തിൻ്റെ ഒരു സമ്പൂർണ്ണ നാരായണീയ പാരായണം ചിട്ടയായ വിധത്തിൽ വായിക്കുന്നത് പോലെ വായിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ പ്രാർത്ഥനയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഭക്തകവിയുടെ ജീവിതത്തെപ്പറ്റി, എന്താണ് നാരായണീയം എന്നുള്ള കാര്യത്തെപ്പറ്റി പറയുണ്ടാകും. ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇന്ന് തൊട്ടുള്ള പഠന ക്ലാസ് എന്ന് തന്നെ പറയാം. അതേസമയം ഇതൊരു സമ്പൂർണ്ണ നാരായണീയ പാരായണ യജ്ഞമായി കരുതുകയും ഇത് പൂർത്തിയാക്കാനായിട്ട് വേണ്ട വിധത്തിൽ പൂർത്തിയാക്കാനായിട്ട് നിങ്ങൾക്കും എനിക്കും ഭാഗ്യമുണ്ടാകണേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ആരംഭിക്കുകയാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പ്രാർത്ഥന ഗാനം ആദ്യം തന്നെ നമ്മൾ ഗണപതി സ്തുതി തൊട്ടാണ് ആരംഭിക്കുന്നത്. ഈ സ്തുതികളുടെയും അർത്ഥം ചെറിയ തോതിലൊന്ന് പറഞ്ഞു നോക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. മഹാഗണപതിയെപ്പറ്റി പറയുന്നൊരു ശ്ലോകമാണിത്. ഏകദന്തം, ദന്തം പല്ല്, ഏകദന്തം ഒരേ ഒരു പല്ലുള്ള ആള്. ഇവിടെ പല്ല് എന്ന് ഉദ്ദേശിക്കുന്നത് കൊമ്പാണ്. ഗണപതിയുടെ മുഖം ആനയുടെ മുഖം പോലെയാണല്ലോ. അതിലൊരു കൊമ്പ് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അതൊരു കഥയാണ്. 2 തവണ കൊമ്പൊടിഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലിയ കഥകൾ പറയാം. ഗണപതി കഥയിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഒരു കൊമ്പുള്ള ഒറ്റക്കൊമ്പൻ എന്നുള്ള അർത്ഥത്തിലാണ് ഏകദന്തം. ഒരു ഇതിൽ മഹാകായം, കായം എന്ന് പറഞ്ഞാൽ ശരീരം, മഹാകായം. ഗണപതി ഭഗവാൻ നല്ല വണ്ണവും വയറും ഒക്കെ ഉള്ള ആളല്ലേ. തപ്തകാഞ്ചന സന്നിഭം, ലംബോദരം എന്ന് പറയുമ്പോൾ വലിയ വയറ്, വയറ്, വലിയ വയറ് ഉള്ള ആള്. വിശാലാക്ഷം, അക്ഷം കണ്ണ്, വിശാലാക്ഷം വലിയ കണ്ണുകളുള്ള ആളും. വന്ദേഹം ഗണനായകം. അഹം എന്ന് വെച്ചാൽ ഞാൻ, വന്ദേ അഹം ഞാൻ വന്ദിക്കുന്നു ഗണനായകം. ഗണം എന്ന് പറഞ്ഞാൽ ഭൂതഗണം. മഹാദേവൻ്റെ ഭൂതഗണങ്ങളുടെ എല്ലാം നായകനാണ് ഈ ഗണനായകൻ. അതായത് ഗണങ്ങളുടെ പതി, നേതാവ്. അങ്ങനെയാണ് ഗണപതി എന്നുള്ള പേര് തന്നെ ഉണ്ടായത്. ശരിയായ പേര് ഇദ്ദേഹത്തിന് അച്ഛനും അമ്മമാരിട്ടേക്കണ പേര് വിനായകൻ എന്നാണ്. അപ്പം ആദ്യത്തെ പ്രാർത്ഥന ഗണപതിയുടെ അതാണ്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സർവമംഗലമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ദുർദേവി സ്തുതിയാണ്. അമ്മേ, വേണ്ടതുപോലെ ഞങ്ങളുടെ നാവിൽ വന്ന് നൃത്തമാടണേ, ഞങ്ങൾക്ക് നല്ലത് പറയാനായിട്ട് തോന്നിക്കണേ. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പനാണ് നമ്മുടെ എല്ലാ ഗുരുനാഥൻ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. ഭഗവാൻ ശ്രീരാമചന്ദ്രനെ വന്ദിക്കുന്ന ഒരു ഭാഗമാണിത്. സീതാപതിയെ, രഘുനാഥനെ വന്ദിക്കുകയാണ്. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമോഖ്യം
ശ്രീരാമദൂതം മനസാ സ്മരാമി. ഹനുമാനെ വന്ദിക്കുന്നൊരു ഭാഗമാണിത്. ബുദ്ധിമതാം വരിഷ്ഠ, ഒരുപാട് ബുദ്ധിയുള്ള ഒരു ശ്രേഷ്ഠനും കൂടാണ്. വാതാത്മജം, വായുദേവൻ്റെ മകനാണ്. വാനരയൂഥമുഖ്യം, വാനരന്മാരുടെ കൂട്ടത്തിൻ്റെ എല്ലാം നേതാവാണ്. ശ്രീരാമദൂതം, ശ്രീരാമദേവന് വേണ്ടി ദൂത് പോയിട്ടുള്ള ആളാണ്. മനസാ സ്മരാമി, ഞാൻ മനസ്സിൽ സ്മരിക്കുന്നു. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം. മഹാവിഷ്ണുവിനെ പറ്റി പറയുന്നൊരു ഭാഗമാണിത്. ശാന്താകാരം, വളരെ സൗന്ദര്യമുള്ളൊരു ആകാരം, ആ ശരീരം. ഭുജഗശയനം, സർപ്പത്തിൻ്റെ മീതെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശയനം. അനന്തൻ എന്ന് പറയുന്ന സർപ്പത്തിൻ്റെ ഇങ്ങനെ മടങ്ങി 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 കിടക്കുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ കിടക്ക. അനന്തശയനം എന്ന് പറയുന്നത് അതാണ്. പത്മനാഭം, പത്മം താമര, നാഭി പൊക്കിൾക്കൊടി. അപ്പോൾ പൊക്കിൾക്കൊടിയിൽ നിന്നും താമരപ്പൂവ് വിടർന്നു വന്നുണ്ട്. വിഷ്ണുവിൻ്റെ ചിത്രം കണ്ടതോർക്കുന്നില്ലേ? ഒരു അങ്ങനെ താമരപ്പൂവിൻ്റെ തണ്ട് കാണും, അതിലൊരു താമര. ആ താമരയിൽ ചമ്പ്രം പടിയിട്ടൊരാളിരിക്കുന്നുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. അതാണ് ബ്രഹ്മാവ്, അതാണ് പത്മനാഭം. സുരേശം, സുരന്മാരിലൊക്കെ ഈശ്വരനായിട്ടുള്ള ആളാണ്. വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം. ആകാശനീലിമയുടെ നിറമാണ്, മേഘവർണം, കാർമേഘത്തിൻ്റെ നിറമാണ് അദ്ദേഹത്തിന്. ശുഭാംഗങ്ങളോട് കൂടിയിട്ടുള്ള ആളാണ്. ലക്ഷ്മീകാന്തം, മഹാലക്ഷ്മിയുടെ ഭർത്താവ് കൂടിയാണ് കേട്ടോ ഈ മഹാവിഷ്ണു. കമലദയനം, കമലം താമര, ആ താമരപ്പൂവിൻ്റെ ഇതൾ പോലെ നീണ്ടിടംപെട്ട് മനോഹരമായ കണ്ണുകളോടുകൂടിയവനാണ് ഈ പങ്കജാക്ഷൻ മഹാവിഷ്ണു. കമലനയനം. യോഗഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണു. അങ്ങനെയുള്ള ആ മഹാവിഷ്ണുവിനെ വന്ദേ വിഷ്ണു, വിഷ്ണുവിനെയും ഞാൻ വന്ദിക്കുന്നു. ഭാവഭയകരം സർവലോകൈകനാഥം, സർവലോകങ്ങളുടെ നാഥനായിട്ടുള്ള വിഷ്ണുവിനെ വന്ദിക്കുന്ന ഒരു ശ്ലോകമാണിത്. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം. പീതാംബരം, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടുള്ളവരും, കരവിരാജിത, കൈകളിൽ 4 കൈകളിൽ ഇങ്ങനെ വിരാജിക്കുകയാണ്, ശോഭിക്കുകയാണ്. എന്ത്? ശംഖ്. ഒരു കയ്യിൽ ശംഖാണ് മഹാവിഷ്ണുവിൻ്റെ, മറ്റൊരു കയ്യിൽ സുദർശന ചക്രമാണ്. ശംഖ് ചക്രം. കൗമോദഗീ സരസിജം, കൗമോദഗി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഗദയാണ്. ഒരു ഗദ ഇങ്ങനെ നിലത്ത് കുത്തിയൊരു കയ്യിലാണ്. സരസിജം, ഒരു കയ്യിൽ താമരപ്പൂവും ഉണ്ട്. കരുണാസമുദ്രം, അദ്ദേഹത്തിൻ്റെ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ മറ്റുള്ള ഭക്തജനങ്ങളോട് കാരുണ്യം ഒഴിഞ്ഞൊഴുകുന്നു. കരുണാസമുദ്രമാണ്. രാധാസഹായമതിസുന്ദരമന്ദഹാസം, രാധാദേവി മയങ്ങി വീണത് അദ്ദേഹത്തിൻ്റെ അതിസുന്ദരമായ ഈ മന്ദഹാസത്തിലാണ്. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂർ പുരത്ത്, വാതാലയേശത്ത്, ഗുരുവായൂരിൽ ആ വിരാജിച്ച് അരുളുന്ന മഹാദേവൻ ഹൃദി ഭാവയാമി, എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കണമെന്ന അനിശ തീർച്ചയായിട്ടും വേണം എന്നാണ് ഈ പറയുന്നത്. സശംഖചക്രം, ശംഖിനോടും ചക്രത്തോടും കൂടി. സ കിരീടകുണ്ടലം, കിരീടവും കുണ്ടലം, കാതിലുള്ള ആഭരണങ്ങളും. സ പീതവസ്ത്രം, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തോടും. സരസീരുഹേഷണം, താമരപ്പൂ ഇട്ടും. സകാരവക്ഷസ്ഥല ശോഭി കൗസ്തുഭം, കൗസ്തുഭം എന്ന് പറയുന്ന ഒരു വലിയൊരു രത്നക്കല്ല് കഴുത്തിൽ ഇങ്ങനെ ആഭരണമായിട്ട് ധരിച്ചിട്ടുണ്ട്. കൗസ്തുഭം
അദ്ദേഹത്തിൻ്റെ ഒരു ആഭരണങ്ങളിൽ ഒന്നാണ് ഒരു പതക്കം, അതാണ് കൗസ്തുഭം. നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം. ആ ചതുർഭുജമുള്ള 4 കൈകളോട് കൂടിയ ആ മഹാവിഷ്ണുവിൻ്റെ രൂപത്തെ ഞാൻ വിഷ്ണു ശിരസാ തല കുനിച്ച് നമസ്കരിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത്രയാണ് പ്രാർത്ഥനകൾ. ഇത് ചെറുതായിട്ടൊന്ന് അർത്ഥം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് ശരിയായ വിധത്തിൽ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് പാടുന്നതെന്ന് ശ്രദ്ധിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനം തന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ശുക്ലാം പരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുവായൂരപ്പ ശരണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയകരം സർവലോകൈകനാഥം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുകേഷണം സകാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതിനെ തുടർന്ന് നമ്മൾ വിഷ്ണു സഹസ്രനാമമാണ് ജപിക്കുന്നത്. അത് സാധാരണയായിട്ട് നിങ്ങൾക്ക് പലർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് ഇപ്പോൾ 10-15 മിനിറ്റ് വേണം. മറ്റൊരു വീഡിയോ ആയിട്ട് വിഷ്ണു സഹസ്രനാമം ആഡ് ചെയ്യണം, ഇതിൽ ആഡ് ചെയ്യാം അടുത്തതായിട്ട്. അതുകൊണ്ട് ഇന്ന് 2 വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുവരെയുള്ള പ്രാർത്ഥന ഇനി അടുത്തതായിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ വിഷ്ണു സഹസ്രനാമം കേട്ടുള്ളൂ.